നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൻ്റെ മക്കളെ പാർട്ടി നേതൃത്വം കേസിൽ കുടുക്കി. അവർക്ക് മോശകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ജീവൻ അവസാനിപ്പിക്കും. CPM ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ ഒരു പിതാവ് പറഞ്ഞ ഒരു വിഷയമാണിത്. എന്നാൽ മക്കളെ സംരക്ഷിക്കാതെ പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഒരു വയോധികൻ. അതുകൂടാതെ ഗുരുതരമായ ഒരു ആക്ഷേപം പോലീസുമായി ചേർന്ന് CPM കളിച്ചുവെന്നുകൂടി ഉയർന്നു കേൾക്കുകയാണ്. പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടേഷൻ ആക്രമണത്തിനായി പോയ യുവാക്കളെ 20 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിധി പുറത്തു വന്നതിന് പിന്നാലെ പിതാവ് തൂങ്ങി മരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ CPMുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇത് നയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗീയത കൂടി CPMനുള്ളിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഇതിന് പിറകെ കാണുന്നത്. തണ്ണിത്തോട് മൂഴിക്കോടുംതുറ പുത്തൻ വീട്ടിൽ മത്തായിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി വീടിന് സമീപത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 54 വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം. തണ്ണിത്തോട് പോലീസും CPMന്റെ ഒരു നേതാവും ചേർന്ന് തിരക്കിട്ട് മൃതദേഹം അഴിച്ച് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയെന്നും ഇദ്ദേഹം എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസുമായി ചേർന്ന് നിന്ന് ഒത്തുകളിച്ച് മാറ്റിയതായും ആരോപണം ഉയരുകയാണ്. പാർട്ടിയിലെ പലവിധ തർക്കങ്ങൾ ഉരുത്തിരിഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതുമൂലം യുവാവിനെ ആക്രമിച്ച് മിതപ്രായനാക്കിയ കേസിൽ മത്തായിയുടെ മക്കളായ ലിബിൻ കെ മത്തായി എന്ന 29-കാരനും എബിൻ കെ മത്തായി എന്ന 28-കാരനും അടക്കം 3 പേരെയാണ് കോടതി 20 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചത്. ഇതുകൂടാതെ 45,000 രൂപ വീതം പിഴയൊടുക്കാനും കോടതി വിധിച്ചിരുന്നു. തണ്ണിത്തോട് മണ്ണിറ നെടുമ്പുറത്ത് വീട്ടിൽ ബിനോയ് മാത്യുവാണ് ഈ കേസിലെ 3-ാം പ്രതി. 50 വയസ്സുണ്ട് പ്രായം. 33 വയസ്സുള്ള തണ്ണിത്തോട് സ്വദേശിയായിട്ടുള്ള സഞ്ജുവിനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന യാത്രക്കിടെ 2017 മാർച്ച് 31-ാം തീയതിയായിരുന്നു അതിക്രൂരമായി ആക്രമിച്ചത്. അന്ന് വൈകുന്നേരം ഏകദേശം 5:30 അടുത്ത് വെച്ച് പ്രതികൾ ആക്രമിച്ച് മാരകമായി പരിക്ക് സംഭവിച്ചു. തോളിലും മറ്റും ഗുരുതരമായ പരിക്ക്. വഴിയാത്രക്കാരെത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വേണ്ട ചികിത്സയും നൽകിയിരുന്നു. ലിവർ സ്പാനർ, ഇരുമ്പ് കമ്പി, തടിക്കഷ്ണം അങ്ങനെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലയോട്ടിക്കടക്കം പരിക്ക് പറ്റുന്ന രീതിയിൽ തലയ്ക്കടിച്ച് ഗുരുതരമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രതികൾ ആക്രമിച്ചു. പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസമായിരുന്നു ഇതിന് കാരണം. അതിൻ്റെ പേരിൽ അന്നത്തെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് സഞ്ജുവിനെ ആക്രമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആരോപണം. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് സഞ്ജുവും ബിനോയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അതൊരു കൊട്ടേഷനായി നൽകി. ഇത് ഏറ്റവും ഒടുവിൽ ഒരാക്രമണത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു. ഇയാളെ അടിക്കുമെന്ന് അന്നത്തെ ലോക്കൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞതടക്കം ഇപ്പോൾ ആരോപണമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കോന്നി ഏരിയ സെക്രട്ടറി അടക്കം ഇതിനെ എതിർത്തെങ്കിലും ലോക്കൽ സെക്രട്ടറി തൻ്റെ അജണ്ട നടപ്പിലാക്കിയെന്നാണ് ആക്ഷേപം. ഇതിനോടകം തന്നെ CPIയിൽ ചേർന്ന സഞ്ജുവിനെ മർദ്ദിക്കാനായി പാർട്ടി അംഗങ്ങളായ 3 പേരെ ചുമതലപ്പെടുത്തി. തുറന്നു വരുന്ന കേസിൽ നിന്നടക്കം രക്ഷിക്കാമെന്ന് ലോക്കൽ സെക്രട്ടറി ഉറപ്പും കൊടുത്തു. സഞ്ജുവിനെ ആക്രമിച്ച് അവശനാക്കിയതിന് പിന്നാലെ പോലീസ് പിടിയിലായ 3 പേരും 75 ദിവസം റിമാൻഡിൽ കഴിഞ്ഞുവെന്നാണ് ഒരു മാധ്യമ റിപ്പോർട്ട്. പിന്നീട് ലോക്കൽ സെക്രട്ടറി വാഗ്ദാനം ചെയ്തതുപോലെ ഒരു സഹായവും തങ്ങൾക്ക് കിട്ടിയില്ല, പാർട്ടിയുടെ ഭാഗത്തു നിന്നും കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടില്ല എന്നും പ്രതികൾ തന്നെ കേസ് നടത്തേണ്ട വന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മത്തായിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ CPM അംഗങ്ങളാണ്. പാർട്ടിയുടെ ഭാഗത്തു നിന്നും സഹായം കിട്ടാതെ വന്നതോടെ ഇവരൊക്കെ തന്നെ ആകെ നിരാശയിലായി. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM മൂഴി ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ മത്തായി ശക്തമായി തന്നെയാണ് ഇതിനെതിരെ സംസാരിച്ചത്. തൻ്റെ മക്കളെ കോടതി ശിക്ഷിച്ചാൽ ജീവൻ ഒടുക്കുമെന്ന് എല്ലാവരും കേൾക്കെ മത്തായി പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ പ്രതികളെ ശിക്ഷിച്ച വിധി പുറത്തു വന്നതിന് ശേഷം മക്കൾ ജയിലിലായതിൻ്റെ മാനസിക സംഘർഷത്തിൽ മത്തായി കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചു. ചില പാർട്ടി നേതാക്കളുടെ പേരടക്കം എഴുതി വെച്ചാണ് മത്തായി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ആത്മഹത്യാക്കുറിപ്പ് മാറ്റിയെന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട്. പോലീസ് ഇതിന് കൂട്ടുനിന്നു എന്നതാണ് ആക്ഷേപം. യുവാക്കളെ കൊട്ടേഷൻ ആക്രമണത്തിന് പറഞ്ഞുവിട്ട് കേസിൽ പ്രതിയായി വന്ന് കഴിയുമ്പോൾ പാർട്ടി അതിൽ നിന്നും കൈയൊഴിയുകയാണ് എന്നാണ് നിരവധി ആളുകൾ ആക്ഷേപിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.